ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിന്റെ നാളത്തെ നല്ലൊരു ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതിന്റെ തമിഴ് ഭാഗമായിട്ടുള്ള പാണ്ഡ്യൻ സ്റ്റോറിലെ ഭാഗം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉദയഭാനു സത്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട് തന്റെ അതായത് തന്റെ മോളുടെ വയറ്റിലുള്ള കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സത്യം ഉദയഭാനുക്ക് അത് വല്ലാത്ത വിഷമമാക്കാണ്. ഉദയഭാനു കുങ്കുമപ്പൂവും നല്ല നെയ്യൊക്കെ ആയിട്ടാണ് വന്നത്. കുഞ്ഞിന് നല്ല കളറും ബുദ്ധിയൊക്കെ കിട്ടാൻ ആരോ പറഞ്ഞു കൊടുത്ത സംഭവം വെച്ചിട്ട് കൊടുക്കണതാണ്. അപ്പോഴാണ് നമ്മുടെ ബാലൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ആ കുഞ്ഞിനെ നമ്മളെ വിധിച്ചിട്ടില്ല ഉദയഭാനു സർ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഉദയഭാനു പൊട്ടി തകർന്ന് കരയാട്ടോ. എന്നിട്ട് എനിക്ക് എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ദേവിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കാട്ടെ. അപ്പൊ ആ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ നമ്മുടെ ദേവി ഉദയഭാനോട് ചോദിക്കേണ്ടത്, അച്ഛന് തൃപ്തിയായില്ലേ, അച്ഛന് മതിയായില്ലേ, സമാധാനായില്ലേ അച്ഛന്? മോളെ നീ എന്തൊക്കെയാ മോളെ പറഞ്ഞത്? നിന്റെ അവസ്ഥ അറിഞ്ഞപ്പോ എനിക്ക് നെഞ്ച് തകർന്നു പോയി. എന്തിനാ നെഞ്ച് തകർന്നത്? ഇതൊക്കെ അച്ഛനും അമ്മയും ഞാനൊക്കെ ചെയ്ത ക്രൂരതയുടെ ഫലമായിട്ടാ ഇതൊക്കെ സംഭവിച്ചത്. എനിക്കിപ്പോ നല്ല ബോധ്യമുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തെ, ഒരു പാവപ്പെട്ട എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെല്ലാവരും പാവപ്പെട്ടവരാ. അവരെ നമ്മുടെ കുടുംബം ചതിക്കുമായിരുന്നു. ആ ചതിയുടെ ഫലം അനുഭവിച്ചത് എന്റെ കുഞ്ഞാണ്. അച്ഛനും അമ്മയും ആ കുഞ്ഞിന്റെ പേരിലാണല്ലോ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്. വീണ്ടും ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു ആ കുഞ്ഞിന്റെ പേരിൽ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും നടത്തിയിട്ടുണ്ടായല്ലോ. അതിന്റെ ഫലമായിട്ടാ ഇപ്പൊ ഞാൻ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ദൈവം എന്നൊരാൾ ഉണ്ടച്ച. അങ്ങനെ ഒരുപാട് നാളൊന്നും ആരെയും പറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. മോളെ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അച്ഛാ. അച്ഛന്റെ കുറിച്ച് എന്നോട് പറയണ്ട. അച്ഛനേക്കാൾ നന്നായിട്ട് എനിക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛൻ എന്നോട് ഒന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം, എൻ്റെ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ മാത്രമാണ്. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടിട്ടാണ്. അതിൻ്റെ പേരിൽ അച്ഛൻ ഇവിടെ വന്നിട്ട് മുതലെടുക്കാൻ വേണ്ടി നോക്കണ്ട. അച്ഛൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും എന്ന് പറയുമ്പോൾ, മോളെ നിന്റെ അച്ഛനെ കുറിച്ച് നീ അങ്ങനെയൊക്കെയാണോ തെറ്റിദ്ധരിച്ചേക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ വിചാരിക്കാനേ സാധിക്കുള്ളൂ അച്ഛൻ. അച്ഛനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മോൾക്ക് വിഷമം, മോളുടെ കുഞ്ഞു പോയതിന്റെ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനും കൂട്ടിക്കൊണ്ട് ഇവിടെ പുതിയൊരു ഡ്രാമ കളിക്കേണ്ട. എനിക്കതിന് താല്പര്യമില്ല. എല്ലാത്തിനും കാരണം അമ്മയും അച്ഛനും തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഉദയഭാനു അവിടെ നാട്ടി പുറത്താക്കട്ടെ ദേവി. ഉദയഭാനു അവിടെ നിന്ന് വിഷമത്തോടെയാണ് പോകുന്നത്. അപ്പൊ ബാലൻ ചോദിക്കണം, മോൾ എന്താ പറഞ്ഞേന്ന് ചോദിക്കുമ്പോ അവള് വിഷമം കൊണ്ട് പൊട്ടിക്കരയായിരുന്നു. അവൾ എന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയായിരുന്നു ബാല എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ശേഷം ഈ കാര്യം ശ്രീകളുടെ അടുത്ത് പറയുമ്പോൾ ശ്രീകൾ എന്തായാലും ഇവിടേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മോളെ നോക്കുകയും ചെയ്യാം, കുറച്ചു നാൾ ഇവരുടെ ചെലവിൽ കഴിയുകയും ചെയ്യാലോ. അതാണ് അവരുടെ ഉദ്ദേശം. അതേസമയം നമ്മുടെ സുകന്യയുടെ മുഖത്ത് പാട് കാണുമ്പോഴേക്കും ഗോമതി ചോദിക്കണ്ടല്ല, മോളെ നിന്റെ മുഖത്ത് എന്താ പാട്? നീയും ധർമ്മനും തമ്മിൽ വഴക്കുണ്ടായോ? ഇല്ലില്ല, പിന്നെ മുഖത്തൊരു പാട് എന്റെ കൈ തന്നെ കൊണ്ടതാണ് എന്നൊക്കെ പറയാണ്. അപ്പൊ ഗോമതിക്കും ചില സംശയങ്ങളൊക്കെ തോന്നും കേട്ടോ. അതിനുശേഷം ഗോമതി നമ്മുടെ ധർമ്മനോട് ചോദിക്കണ്ടേ, ധർമ്മ സത്യം പറ, നീ സുകന്യനെ തല്ലിയായിരുന്നോ? അവളുടെ മുഖത്ത് കൈയിന്റെ നല്ല പാടുണ്ട്. അത് അവളുടെ കൈ കൊണ്ട് വന്ന പാടല്ല, ആരോ ശക്തിയായിട്ട് അടിച്ച പാടാണ്. നീയാണോടാ അവളുടെ മുഖത്തടിച്ചത്? അതെ ചേച്ചി, ഞാൻ തന്നെയാണ്. എന്തിനാടാ നീ അങ്ങനെ ചെയ്തത്? ചേച്ചി, ഞാൻ ചേച്ചിട്ട് മാത്രം ഒരു സത്യം പറയാം. ഇത് നമ്മുടെ അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്. എന്താണെങ്കിലും നീ ചേച്ചിയെടുത്ത് പറ. അത് ചേച്ചി, നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ച പോലെ അനുവല്ല കുറ്റക്കാരി. അനുവല്ല അലോകിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തത്. പിന്നെ ആരാടാ നമ്മുടെ കുടുംബത്തോട് ഈ മഹാപാപം ചെയ്തത്? അത് വേറെ ആരുമല്ല ചേച്ചി, സുകന്യാണ് അത് ചെയ്തത്. സുകന്യാണെന്നോ എന്ന് നിന്നോട് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അമ്മ അവള് പറയണത് കേട്ടിട്ടാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ ഫലമായിട്ടാണ് അവളുടെ മുഖത്ത് പാടുള്ളത്. അവള് ചേച്ചിയും ചേട്ടനും ഈ വീട്ടുകാരും വിചാരിക്കുന്ന പോലത്തെ ഒരു സാധനമല്ല. അവള് ഭയങ്കര സാധനമാണ്. നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വന്നവളാണ്. ഈശ്വര, ഇതെങ്ങനെ അറിഞ്ഞാൽ അടുത്ത തലവേദന ആവോലടാ. ഇപ്പൊ എന്തായാലും ആരോടും ഇത് പറയണ്ട എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ഗോമതിയല്ല അറിഞ്ഞിരിക്കണത്. അടുത്തത് ബാലനറിയും, പിന്നെ ആര്യനറിയും, പിന്നെ നമ്മുടെ ആകാശം അറിയും. എന്തായാലും ആര്യനും ആകാശം കൂടി ചേർന്ന് നാളെ പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കാൻ അലോക് കേട്ടോ. അലോകിനെ പിടിച്ച് രണ്ട് ചാമ്പാനായിട്ട് നാളെ ഒരു സന്ദർഭം കിട്ടാണ്. അലോക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലോകിനെ പിടിച്ച് വലിച്ചൊരു ഗോഡൌണിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലോകിന്റെ വായുന്ന സത്യങ്ങളൊക്കെ തന്നെയാണ് ആകാശം ആര്യനും കൂടി അറിയാൻ പോണത്. എന്തായാലും സുകന്യയുടെ കള്ളത്തരങ്ങളൊക്കെ ഉടനെ തന്നെ പിടികൂടും കേട്ടോ. സുകന്യനെ ഉടനെ തന്നെ അടിച്ചു പുറത്താക്കും കേട്ടോ. തമിഴിൽ അങ്ങനെയാണ്. ഇവളുടെ കള്ളത്തരങ്ങൾ ഒരുപാട് നാൾ വെച്ചു പുലർത്തൊന്നുമില്ല. അത് കണ്ടുപിടിക്കുകയും അവൾ അടിച്ച് പുറത്താക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തമിഴിൽ. അപ്പൊ അതുപോലത്തെ ഭാഗം മലയാളത്തിലും ഉണ്ടാകും. എന്തായാലും ഇന്ന് ധർമ്മൻ നല്ല രീതിയിൽ തന്നെ സുകന്യനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.